അപ്പോൾ സച്ചിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് അവന് സാഹചര്യം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ചേർന്ന് അവളെ ഗുണദോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കാണിച്ചത് മോശമാണ് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആരും ചീറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഇത്ര നാളെ നിനക്കത് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എന്നിട്ട് പറയുവാണ്, രേവതി ചോദിക്കുന്നുണ്ട്, എടി നീ കണ്ടില്ലേ, കാരണം അവൾ കാല് വയ്യാത്തതുകൊണ്ട് അവളെ പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കാണ്, അല്ല ആ പൊക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നീ കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് അവൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു, നീ അത് മനസ്സിലാക്കണമായിരുന്നു പറയുമ്പോൾ ഉടനെ പിന്നെ അതുപോലെ തന്നെ സച്ചി പറയുന്നുണ്ട്, വർഷേ കാരണം ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ തെറ്റുകാരായിട്ട് നിൽക്കുന്നത് ഞാനും ഓട്ടക്കാരനുമാണ്. അല്ലാതെ ശ്രീകാന്ത് അച്ഛൻ പറയുന്ന പോലെ തന്നെ കേട്ടനുസരിച്ച് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും അവൻ്റെ തെറ്റ് ചെയ്തിട്ടില്ല. ആകെ ചെയ്തൊരു തെറ്റെന്ന് പറയുമ്പോഴത്തേക്ക് നിന്നെ സ്നേഹിച്ചു, നിന്നെ പ്രണയിച്ചിട്ട് നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി വീട്ടുകാരെ മറുതലിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് വന്നാണ് മാത്രമാണ് ചെയ്തത്. അല്ലാതെ വേറൊരു തെറ്റില്ല. അത്രമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്തത്. അല്ലാതെ ഒരു തെറ്റും അവൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഉള്ളൊരു ചോദിക്കുന്നുണ്ട്. ഉടനെ എൻ്റെ വർഷം പറഞ്ഞു, ഞാൻ എന്താ തെറ്റ് ചെയ്ത്, ഞാൻ കാണിച്ചത് മോശമായി പോലെ, ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോകാം എന്നുള്ള രീതി പറയുവാണ്. ഉടനെ അന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട്. ഉടനെ പെട്ടെന്ന് പറയുന്നുണ്ട്, ശരി വാ, പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ വിളിച്ച് പറയട്ടെ എന്നുള്ള രീതി സച്ചി പറയുമ്പോഴത്തേക്ക് വേണ്ട, വിളിച്ച് പറയട്ടെ, കുറച്ചും കൂടെ ടെൻഷൻ അടിക്കട്ടെ, ഞാൻ പോകുന്നൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ശരി, പിന്നെ അങ്ങനെ വണ്ടി എടുക്കണം. വണ്ടി എടുത്ത് അത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതേ സമയത്ത് ഇവിടെ കാണിക്കും നമ്മുടെ ശ്രീകാന്തനാണ് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ സ്റ്റേജ്, അതായത് നമ്മുടെ ആ മണ്ഡപത്തിലേക്കൊന്ന്, അതായത് കല്യാണത്തിന് വാർഷികം നടക്കുന്ന നാട്ടിലുള്ള സ്റ്റേജ് കൊണ്ട് ഭയങ്കരമായിട്ട് ഇത് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കൂട്ടുകയാണ്. അതേ സമയത്ത് പിന്നെ നമ്മുടെ സുധിയുടെ കൂട്ടുകാരൻ സ്റ്റേജിലൊരു മിമിക്രിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലാദ്യമായിട്ട് നമ്മുടെ മധുസാറിനെയാണ് അവതരിപ്പിക്കുന്നത്. മധുസാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മധുസാറിൻ്റെ ഒരു സ്വരത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ, ഞാൻ ഈ ഫംഗ്ഷനിൽ കടന്നു വരാനും നിങ്ങളെല്ലാം കാണാനിടയൊക്കെ നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹവും, പിന്നെ അതുകൂടാതെ ഈ ഫംഗ്ഷൻ ആഘോഷിക്കുന്നതായിട്ടുള്ള വർഷയ്ക്കും ശ്രീകാന്തിനും എൻ്റെ ആശംസകളൊക്കെ നേരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രേവതി കയറി വരികയാണ്. ഒരു വിഷമത്തിൻ്റെ രീതിയിലാണ് കയറി വരുന്നത്. അപ്പം അല്ല അതിന് മുമ്പ് തൊട്ട് കാണിക്കുന്നുണ്ട്, അച്ഛമ്മയും രവീന്ദ്രനും കൂടി ചെന്ന് ഓടി വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്നാ ശ്രീകാന്ത് എത്ര നേരമായിട്ട് വർഷയെ കാണുന്നില്ല, എന്നാ പറ്റി, നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, എന്താ നിനക്ക് സംഭവിച്ചത്, നീ കുറേ നേരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, അല്ല അച്ഛൻ ഇപ്പം വരും, വർഷം ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉടനെ ശ്രുതി ഓടി വരുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എവിടെ നിന്ന് വരാൻ വേണ്ടി, എങ്ങനെ വരാൻ വേണ്ടി, ഈ കുറേ നേരമായല്ലോ, നീ ഗ്രഹത്തിൽ നിന്ന് വരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അവൾ, നീ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെയാണ് വിശന്നിട്ട് വയ്യ, കേക്ക് കട്ട് ചെയ്ത് വിശക്കുന്നെന്ന് പറയുമ്പോഴത് പെട്ടെന്ന് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടിട്ട് പറയും, നിങ്ങൾക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട്, വേണം പോയി കഴിക്കുക എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചിൻ രേവതിയും കയറി വരുവാണ്. കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ അതത് കയറി വന്നുള്ള ഒരു ആശ്ചര്യത്തോടെ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു വിഷമത്തിൻ്റെ രീതിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖത്ത് ഭയങ്കര ഒരു അതിശയത്തിൻ്റെ രീതിയിൽ നോക്കുന്നുണ്ട്, വർഷം എന്നുള്ള രീതിയിൽ. പക്ഷേ വർഷയെ കാണിക്കുന്നില്ല. അത് 2 മിനിറ്റ് ഇങ്ങനെ നോക്കി നിന്ന് കഴിയുമ്പോഴത്തേക്ക് വർഷ കയറി ഇങ്ങനെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരു റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കയറി വരുവാണ്. അപ്പം മധുസൂദനും ഭാര്യയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്താ പറ്റി, എവിടെയായിരുന്നു വർഷം, നീ എവിടെയായിരുന്നു ഉടനെ ഫ്രണ്ടോട്ട് വന്നിട്ട് പറയാം, എല്ലാവരും മുമ്പേ കേൾക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതെൻ്റെ ഫംഗ്ഷനല്ല, അപ്പം ഞാൻ സുന്ദരിക്കുട്ടിയായിട്ട് ഒരുങ്ങണ്ടേ, അപ്പോൾ എനിക്ക് സ്റ്റുഡിയോയിൽ ഇച്ചിരി വർക്ക് ഉണ്ടായിരുന്നു, ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് വൈകിയ, പിന്നെ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ താമസിച്ച് പോയി എന്നൊക്കെ പറയാം. കുഴപ്പമില്ല, എൻ്റെ ഫംഗ്ഷനല്ല, ഇനിയിപ്പം നല്ലതായിട്ട് നടക്കും എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് എന്നെ ടെൻഷനായെന്ന് ചോദിച്ചു. അതെ ടെൻഷനായി, ഇത്ര നേരം ഞാൻ നിന്നെ കാത്തിരിക്കുമല്ലായിരുന്നോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി ഇപ്പം മാറി, എൻ്റെ ഈ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കര സ്പീഡിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം കുഴപ്പമൊന്നുമില്ല, നീ എനിക്കെല്ലാം വന്നല്ലോ എന്ന് പറയും. അപ്പം പിന്നെ ഫംഗ്ഷനിലേക്ക് കിടക്കുവാണ് അവരെല്ലാവരും. വർഷേനെ ശ്രീകാന്ത് വളരെ സൂക്ഷ്മയോടെ നോക്കുന്നതാണ്. കാരണം വർഷ ചോദിക്കും, ഇതെന്നെ ഇങ്ങനെ നോക്കുന്ന ചോദിക്കുമ്പോൾ, നീ ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടിരിപ്പുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നിൻ്റെ വേഷം കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറയും. ഉടനെ ഒരു ചെറിയ നാണത്തോടെയൊക്കെ നിൽക്കുകയാണ് നമ്മുടെ വർഷ. അപ്പോൾ ശ്രുതി പെട്ടെന്ന് പറയണേ, ആ റൊമാൻസൊക്കെ പിന്നെ ആട്ടെ, ഇപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും സ്റ്റേജിൽ കയറി ഇരുന്ന് കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്തിട്ട് നേരെ വന്ന ഉടനെ ശ്രീകാന്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വർഷം തന്നതിന് താങ്ക്സ്, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് താങ്ക്സ് എന്നൊക്കെ നമ്മുടെ വർഷ പറയുന്നുണ്ട്. ഉടനെ ശ്രീകാന്ത് മൈക്ക് മേടിച്ചിട്ട് പറയുന്നു,
കടന്നു വന്ന എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾ ഒരുപാട് നേരം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിന്ന് പറയുന്നുണ്ട്, കുറച്ച് നേരമല്ല ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്ന. അയ്യോ അതിന് സോറി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന്. അത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങളൊരു പ്രണയ വിവാഹമായിരുന്നു, അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ രേവതി ചേച്ചിയാണ്. അതിന് ആദ്യം ചേച്ചിയെ തന്നെ താങ്ക്സ് പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് പഴിയൊക്കെ കേൾക്കേണ്ടി വന്നത് ചേച്ചിയാണ്. അപ്പം ചേച്ചിക്ക് തന്നെ ആദ്യത്തെ ഒരു താങ്ക്സ് പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നത്തെന്ന് പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് തന്നെ പറയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നത് ഈ വർഷമാണ്. വർഷയ്ക്ക് അപ്പം പ്രത്യേകിച്ചൊരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ സച്ചേട്ടനെ എനിക്ക് എൻ്റെ ഒരു ചേട്ടനായിട്ട് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചിന് മുതലേ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ചെയ്ത് തരുന്നതായിട്ടുള്ളൊരു വ്യക്തി സച്ചേട്ടനാണ്. അപ്പം സച്ചേട്ടനെ അങ്ങനെ ചേട്ടനായിട്ട് കിട്ടുന്ന താങ്ക്സ്. മാത്രമല്ല ഞങ്ങളൊരു ബെസ്റ്റ് കപ്പിൾസിൻ്റെ ഒരു പ്രോഗ്രാം പങ്കെടുത്തു. അതിലും വിൻ ചെയ്തത് സച്ചേട്ടൻ രേവതി ചേച്ചിയാണ്. പക്ഷെ ഞങ്ങൾക്കത് വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ജഡ്ജസ് പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും ഒരു ലവേഴ്സാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടില്ല എന്ന് പറയണം. അപ്പം അതിൽ തന്നെ ഞങ്ങൾക്ക് ലവേഴ്സായിട്ട് തുടരാൻ തന്നെ താല്പര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്ക് പല കാര്യങ്ങളും കൂടുതൽ അഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുമ്പോഴത്തേക്ക് അഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് വർഷ എന്നെ ബൈക്ക് ഓടിച്ചിട്ട് പറയുന്നു, ഞാൻ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ഏക മകളാണ്. പക്ഷേ ഇപ്പം ഞാനൊരു ജോയിൻറ്റ് ഫാമിലി ജീവിക്കുന്നത്. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് നമ്മുടെ രേവതി ചേച്ചിയാണ്. രേവതി ചേച്ചി എൻ്റെ എല്ലാമാണ്. കാരണം ഞാൻ വഴക്ക് പറഞ്ഞും ഉപദേശിച്ചും അതുപോലെ കൂടുതൽ ചേർത്ത് നിർത്തി സ്നേഹിച്ചും എന്നെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. അപ്പോൾ രേവതി ചേച്ചിക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ ഒരുപാട് കടപ്പാടുമുണ്ട് ചേച്ചിക്ക്, എന്നെ അത്ര നല്ലൊരു അനിത്യക്കുട്ടി പോലെ കാണുന്നത്. അതുപോലെ നമ്മുടെ സച്ചേട്ടനെ കുറിച്ച് പറയാൻ പറ്റുന്നത് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ വെറുപ്പുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി സച്ചേട്ടനെ പോലെ ഉള്ളിൻ്റെ സ്നേഹം കൊണ്ട് നടക്കുന്നൊരു വ്യക്തി എനിക്ക് വേറെ കാണാൻ പറ്റത്തില്ല. അത്ര രീതിയിൽ സച്ചേട്ടനെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴാണ് എനിക്ക് അത്ര പേടിയില്ല, അല്ല ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പറയുമ്പോഴത്തേക്ക് സച്ചി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇപ്പോഴാണ് തീരെ പേടിയില്ലെന്ന് പറയുമ്പോൾ പേടിയില്ലെന്നല്ല, അത് വേറെ രീതിയിൽ കാരണം സ്നേഹം കലർന്നൊരു പേടി അതൊക്കെയാണ് എന്നുള്ള രീതിയിൽ സച്ചിയോട് ഭാഷ പറയുന്നുണ്ട്. അപ്പം ഈ ഫാമിലിയിൽ എനിക്ക് കൂടുതലായിട്ട് നിലനിൽക്കാൻ പറ്റിയതിൽ നല്ല രീതിയിലും അതുപോലെ തന്നെ അച്ഛൻ, അമ്മ, അച്ഛമ്മ എല്ലാവരും കൂടി എടുത്ത് പറയുന്നുണ്ട്. അപ്പം രവീന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനാണ്, കാരണം അതുപോലെ രീതിയിൽ എന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മധുസൂദൻ ആകെ ഒരു വല്ലാണ്ട് സ്റ്റേജിൽ നിൽക്കുകയാണ്. കാരണം ഞാൻ മധുസൂദനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം പിന്നെ അച്ഛമ്മേനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ പറയാത്തത് പിന്നെ ചന്ദ്രമതിയെക്കുറിച്ചാണ്. പിന്നെ ശ്രീകാന്തിൻ്റെയും ശ്രുതിയെക്കുറിച്ച് പറയുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ സ്നേഹിച്ച് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വർഷം പറയുന്നുണ്ട്, നീയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ. നീ എൻ്റെ സ്വാതന്ത്ര്യം നേടത്തില്ല, എൻ്റെ പ്രൈവസിയിൽ തന്നെ എന്നെ തുടരാൻ അനുവദിച്ചു, വളരെ ഉപകാരം ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വർഷയും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫംഗ്ഷനെല്ലാം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ രവീന്ദ്രനും അച്ഛമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ മധുസൂദൻ ഓടി വന്നിട്ട് പറയും, എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ പരിപാടിയെല്ലാം ഗ്രാൻഡായിരുന്നു? പരിപാടി ഗ്രാൻഡായിരുന്നു, പിന്നെ വർഷമോള് വരെ മാത്രം ഇച്ചിരി വൈകിയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, നിങ്ങളെന്താ ഗിഫ്റ്റ് കൊടുത്തേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ള രീതി ഇങ്ങനെ രവീന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അറിയാം, പിന്നെ സോപ്പ് പൊട്ടിയും പിന്നെ ബോക്സും വല്ലതും ആണോ? ഞാൻ കൊടുത്തത് ഡയമണ്ട്. അങ്ങനെ വലിയ കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ കൊടുക്കും, നിനക്കൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് രവീന്ദ്രൻ അങ്ങോട്ട് മാറിപ്പോകണം. ഉടനെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് ഈ അച്ഛമ്മ ഈ കൈ ഇങ്ങനെ മടക്കി കുത്തിയിട്ട് ഇങ്ങനെ ഇന്ത്യൻ സ്റ്റൈലിൽ മർമ്മത്തിൻ്റെ കുത്താൻ വേണ്ടിയുള്ളൊരു സീൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അതേ ഭാഗത്ത് നമ്മുടെ ശ്രീകാന്തും സച്ചിൻ, രേവതിയും എല്ലാവരും നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മയുടെ ആ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിട്ട് തന്നെ കാണാം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. തത്സമയം നിങ്ങളെ അടുത്തിന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.